نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം മുസ്ലിമായി, മുഅ്മിനായി ജീവിക്കുവാൻ കഴിയുക എന്നതാണ്. ആ അനുഗ്രഹത്തിന്റെ ശേഷം ഒരു മനുഷ്യന് നൽകപ്പെടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ആരോഗ്യത്തെയാണ്. അവിടുന്ന് പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. ആരോഗ്യമുള്ള ഒരു ശരീരം, ആരോഗ്യമുള്ള ഒരു മനസ്സ്, ആഫിയത്തിന് വേണ്ടി നിങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. فإن أحدا لم يعطى بعد اليقين خيرا من العافية. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ദൃഢമായ വിശ്വാസവും ആ നിലക്കുള്ള ഈമാനിനും ശേഷം ഒരാൾക്ക് നൽകപ്പെടുന്നതിൽ ഏറ്റവും ഉത്തമമായ അനുഗ്രഹം അവന്റെ ആരോഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനകളിൽ ആരോഗ്യത്തിന് വേണ്ടിയുള്ള തേട്ടം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുത്തെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലും അത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഞാൻ നിന്നോട് ആഫിയത്തിനെ, സൗഖ്യത്തെ ചോദിക്കുന്നു എന്ന് അവിടുത്തെ പ്രാർത്ഥനയിൽ സുദീർഘമായ ഒരു പ്രാർത്ഥനയുടെ പ്രാരംഭ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിനോട് ആഫിയത്ത്, നീ എനിക്ക് ശാരീരികമായ ആരോഗ്യം തരണേ എന്നിങ്ങനെ അല്ലാഹുവിനോട് ചോദിക്കുന്ന വേറെയും പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഈ ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാവുക എന്നത്. ആ ആരോഗ്യത്തെ നശിപ്പിച്ചു കളയുന്ന, അതിന് ഹാനികരമായ ഒരു കാര്യത്തിലേക്കും മനഃപൂർവ്വം ഏർപ്പെടാൻ പാടില്ലെന്ന് തന്നെയാണ് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇബാദത്തുകൾക്ക് വേണ്ടിയായിരുന്നാൽ പോലും ശരീരത്തെ നശിപ്പിക്കുന്ന, അതിനെ തകർക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്ന് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. രാത്രികളിൽ തീരെ ഉറങ്ങാതെ എല്ലാ ഘട്ടത്തിലും ഇബാദത്തിന് വേണ്ടി, നിസ്കാരത്തിന് വേണ്ടി ഉറക്കമിളക്കും എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിലെ തന്റെ ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിനക്ക് നിന്റെ ശരീരത്തോടും ചില കടമകളുണ്ട് എന്നാണ്.
ഓരോന്നിനോടും നിനക്ക് ചില കടമകൾ നിർവഹിക്കാനുണ്ട്. അത് നിനക്ക് നിന്റെ ബോഡിയോട് നിർവഹിക്കാനുണ്ട്, നിന്റെ കണ്ണിനോട് പ്രത്യേകം പറഞ്ഞു. അതുപോലെ തന്നെ നിന്റെ കുടുംബത്തോട് നിർവഹിക്കാനുണ്ട്. ആരോടൊക്കെ കടമകൾ നിർവഹിക്കാനുണ്ടോ എല്ലാവരോടും നീ കടമകൾ നിർവഹിക്കണം. ഫഅഅതി കുല്ലദീ ഹഖ്ഖിൻ ഹഖ്ഖഹു, ഓരോരുത്തരോടും നീ നിർവഹിക്കേണ്ടുന്ന കടമകൾ നീ നിർവഹിക്കുക തന്നെ വേണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് മനഃപൂർവ്വം എടുത്തു ചാടാൻ പാടില്ലെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. ദുർബലനായ, ശാരീരികമായും മാനസികമായും ഒക്കെ ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരനായവനും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും അൽ മുഅ്മിനുൽ ഖവിയ്യു, നല്ല ശക്തിയുള്ള മുഅ്മിനാണ്. ശാരീരികമായും ഈമാനികമായും വൈജ്ഞാനികമായും കർമ്മരംഗത്തും ഒക്കെ നല്ല ചടുലതയും ഉന്മേഷവും ശക്തിയുമുള്ള ആളുകളെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഏറെ ഇഷ്ടം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ആരോഗ്യമുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം തന്റെ ശരീരത്തെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ നിലക്കുള്ള ഇബാദത്തുകളിൽ ഉത്സാഹപൂർവ്വം പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇസ്ലാമികമായ ഇബാദത്തുകൾ ഏത് പരിശോധിച്ചു നോക്കിയാലും ശാരീരികമായ നല്ല ശേഷിയും അധ്വാനവും ഉണ്ടെങ്കിൽ നിർവഹിക്കാൻ ഏറെ നല്ല രൂപത്തിൽ നിർവഹിക്കാനാകുന്ന കാര്യങ്ങളാണ്. നിസ്കാരമാവട്ടെ, ഐച്ഛികമായ മറ്റു നിസ്കാരങ്ങളാവട്ടെ, നോമ്പുകളാവട്ടെ, ഹജ്ജിന്റെ പ്രവർത്തനങ്ങളാവട്ടെ, ഏത് കാര്യങ്ങളിലും ശാരീരികമായ ശക്തിയും ഉന്മേഷവുമുള്ള വ്യക്തിക്ക് അതിന്റെ കൃത്യമായ രൂപത്തിൽ അത് പ്രവർത്തിക്കുവാൻ അവന് സാധിക്കുന്നു എന്നത് തന്നെ അവന് ആ നിഅമത്ത് കിട്ടുന്നതിലെ ഏറ്റവും വലിയ ഗുണമാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വിലയും മൂല്യവും അതിന്റേതായ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. ആരോഗ്യത്തിനൊരു തകരാറുമില്ലാത്ത ഒരു വ്യക്തി ഒരിക്കൽ ഒരു സഹാബിയോട്, ഒരു മഹാ വ്യക്തിത്വത്തോട് വന്നുകൊണ്ട് ആവലാതി പറയുകയാണ്, ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളുണ്ടെന്ന്. അദ്ദേഹത്തോട് തിരിച്ചൊരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്, താങ്കളുടെ കണ്ണൊന്ന് ഒരല്പനേരത്തേക്കൊന്ന് അടച്ചു പിടിക്കാമോ? കണ്ണൊന്ന് അടച്ചു പിടിച്ച് തുറന്നിട്ട് ചോദിച്ചു, കണ്ണ് കാണാത്തൊരവസ്ഥയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താകും തോന്നുന്നത്? അദ്ദേഹം അതിന് ആ ഒരു ചോദ്യവും ആ ഒരു പ്രായോഗികമായ ഒരു മനഃശാസ്ത്രപരമായ ഒരു ചോദ്യത്തിലൂടെയും ചികിത്സയിലൂടെയും ആ വ്യക്തിയിൽ ഉണ്ടാക്കിയ ബോധമെന്താണ്? എനിക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ കാഴ്ചശക്തി. അള്ളാഹു നൽകിയ ആയിരക്കണക്കിന് നിഅമത്തുകളിൽ ഒന്ന് മാത്രമാണല്ലോ അത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മനുഷ്യന് നിരാശയില്ല. ഹോസ്പിറ്റലുകളിലൂടെ, അതുപോലെ തന്നെ അതിന്റെ വാർഡുകളിലൂടെ, IC ക്ലിനിക്കുകൾ, യൂണിറ്റുകളിലൂടെ, പല സ്ഥലങ്ങളിലൂടെ നമ്മളൊന്ന് നടന്നു പോകുമ്പോ അറിയാൻ സാധിക്കും, ജീവിതത്തിന്റെ ഇല്ലായ്മകളെക്കുറിച്ച് പരാതി പറയുന്നവനോട് അവന്റെ മനസ്സ് പറയും, നീ എത്രമാത്രം അനുഗ്രഹീതനാണ്. ഇഷ്ടം പോലെ ആഹാരപദാർത്ഥങ്ങളും ഭക്ഷണങ്ങളും കൺമുമ്പിൽ ഉണ്ടായിട്ടും ഒരു മുറുക്ക് വെള്ളം പോലും, ഒരു ടീസ്പൂൺ വെള്ളം പോലും സ്വന്തം കണ്ഠനാളത്തിലൂടെ, താഴ്ന്നനാളത്തിലൂടെ താഴോട്ടിറക്കാൻ കഴിയാത്ത എത്രയോ രോഗികൾ ട്യൂബ് വഴിയും മറ്റുമൊക്കെ അവർക്ക് ആഹാരം നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കാണുമ്പോഴാണ് അരോഗദൃഢഗാത്രനായ മനുഷ്യൻ കുടുകുടാ വെള്ളം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന അവന്റെ മനസ്സിൽ അവൻ അറിയാതെ തന്നെ വന്നു പോകും, അൽഹംദുലില്ലാ, ഞാൻ എത്രമാത്രം അനുഗ്രഹീതനാണ്. ആരോഗ്യത്തിന്റെ വിലയെ സംബന്ധിച്ച് നമ്മൾ ഇനി അധികം പരത്തി പറയേണ്ടതില്ല. ആ ആരോഗ്യം നിലനിർത്തണം എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. അതിനാവശ്യമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യണമെന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ആരോഗ്യമുള്ളവന് സ്വന്തം കാര്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതുപോലെ മറ്റുള്ളവരെ സഹായിക്കുവാനും അവന് സാധിക്കണമെങ്കിൽ ആരോഗ്യം വേണം. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു കിണറിൽ നിന്ന് ആരോഗ്യമുള്ള ചെറുപ്പക്കാർ അവരുടെ ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കുന്ന കാഴ്ച കാണുന്നു. തൊട്ടിപ്പുറത്ത് ദുർബലരായ 2 സ്ത്രീകൾ മാറി നിൽക്കുകയാണ്. അവർക്ക് ഇവരെ തിക്കിത്തിരക്കി വെള്ളമെടുക്കാനുള്ള ശേഷിയില്ല. അവർ സ്ത്രീകളാണ്, അവരെ പോലെ ആരോഗ്യവുമില്ല. അവരെന്തേ അവർ വെള്ളം എടുക്കാൻ വരാൻ കാരണം? അവരുടെ പിതാവ് ദുർബലനാണ്, ആരോഗ്യമില്ലാതെ വയോവൃദ്ധനായി വീട്ടിലിരിക്കുകയാണ്.
ഈ വിവരമറിഞ്ഞ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആൾക്കൂട്ടത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തന്റെ ശക്തിയും പവറും ഉപയോഗപ്പെടുത്തിയിട്ട് ആ ദുർബലരായ സ്ത്രീകളുടെ ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കുകയാണ്. അവിടെ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഖവിയ്യുൻ അമീൻ എന്നാണ്. ശക്തിയുള്ളവൻ, ശാരീരികമായും പവറുള്ള ഒരാളായതുകൊണ്ടാണ് അതിന് സാധിച്ചത്. എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം പരസഹായവും പരോപകാരവും ചെയ്യണമെങ്കിലും എനിക്കതിനാവശ്യമായ ആരോഗ്യം വേണം എന്നർത്ഥം. മഹാനായ ത്വാലൂത്ത് എന്ന് പറയുന്ന ഒരു മഹാരഥനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ജാലൂത്ത് എന്ന് പറയുന്ന അക്രമിയായ ഒരു ഭരണാധികാരിക്കെതിരെ പടപൊരുതാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു രാജാവായിരുന്നു ത്വാലൂത്ത് രാജാവ്. ആ രാജാവിനെ പരിശുദ്ധ ഖുർആൻ പ്രശംസിച്ചു പറഞ്ഞത് വസാദഹു ബസ്തൻ ഫിൽ ഇൽമി വൽ ജിസ്മി എന്നാണ്. അദ്ദേഹത്തിന് നാം വർദ്ധിപ്പിച്ചു കൊടുത്ത വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് നല്ല ഇൽമുണ്ട്, നല്ല കരുത്തുമുണ്ട് എന്നാണ്. ശാരീരികമായ ആരോഗ്യവും കായികമായ ശക്തിയും അദ്ദേഹത്തിനുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെയും പ്രശംസിച്ചത്. വെള്ളിയാഴ്ചകളിൽ നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ്, ആ അൽ കഹ്ഫിൽ ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരു രാജാവ് ശത്രുക്കളുടെ വരവിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു നാട്ടിൽ കൃത്യമായ ഒരു മതിൽക്കെട്ട് നിർമ്മിച്ചതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ മതിൽക്കെട്ടും ഭിത്തിയും നിർമ്മാണത്തിന്റെ വേളയിൽ അദ്ദേഹം ആ നാട്ടുകാരോട് ആവശ്യപ്പെട്ടത് അഈനൂനി ബിഖുവ്വത്തിൻ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ എന്നാണ്. അവർക്കും നിങ്ങൾക്കുമിടയിൽ ശക്തമായ ഒരു ഭിത്തി പണിയുവാൻ ആവശ്യമായ മാൻ പവർ നിങ്ങൾ എനിക്ക് തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. അഈനൂനി ബിഖുവ്വത്തിൻ ഐ ബിഖുവ്വത്തി അബ്ദാനിക്കും. ആ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളിൽ നല്ല ശക്തിയുള്ളവരെന്നെ സഹായിക്ക്, നിങ്ങളുടെ ശാരീരിക പവർ എനിക്ക് താ, എന്നിട്ട് എന്നെ സഹായിക്ക്, വേണ്ടുന്നത് ഞാൻ ചെയ്തു തരാം. അവിടെയും ശാരീരികമായ കരുത്തിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നർത്ഥം. ഇങ്ങനെ ഏത് രംഗത്തെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹത്തെ അല്ലാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിലേക്ക് വിനിയോഗിക്കാൻ ആവശ്യമായ നിലക്ക് നിലനിർത്താൻ സാധിക്കണം. അതുപോലും സൽക്കർമ്മമാണ്. അതുപോലും സൽക്കർമ്മമായിട്ടാണ് ഇസ്ലാം എണ്ണുന്നത്. ഏത് അമലുകളും അനുവദനീയമായ ഒരു കാര്യം തന്നെയും നമുക്കൊരു നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്കത് സൽക്കർമ്മമാക്കി മാറ്റിയെടുക്കാൻ കഴിയുകയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. പ്രവർത്തനങ്ങളൊക്കെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചിരിക്കും. ഒരേ കാര്യം തന്നെ ചെയ്യുന്ന രണ്ട് വ്യക്തികൾക്ക് രണ്ട് വിധത്തിലായിരിക്കും. അനുവദിക്കപ്പെട്ട കാര്യം തന്നെ നമുക്ക് പുണ്യകർമ്മമാക്കി മാറ്റാം. ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഇബാദത്തുകൾ കൃത്യമായി ചെയ്യാനും എനിക്ക് കൃത്യമായി എന്റെ ബാധ്യതകൾ നിർവഹിക്കേണ്ടവരോട് നിർവഹിക്കാൻ ആവശ്യമായ ആരോഗ്യം നിലനിൽക്കണം എന്ന ഉദ്ദേശമാണ് ഒരാൾക്കുള്ളതെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്ന സമയം പോലും അവന് പുണ്യകർമ്മമായി രേഖപ്പെടുത്തപ്പെടും. ഇസ്ലാം പറഞ്ഞു, ആരോഗ്യം നിലനിൽക്കാൻ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. പക്ഷേ വല തുസ്രിഫു, അമിതമാക്കാൻ പാടില്ല, അതാണ് ആരോഗ്യം വരുത്തിവെക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബിമാര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം കാന യംശി മശിയൻ യുഅറഫു ഫീഹി അന്നഹു ലൈസ ബിആജിസിൻ വലാ കസ്ലാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്പീഡിൽ നടക്കുമായിരുന്നു. നോക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാം അന്നഹു ലൈസ ബിആജിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു അനാരോഗ്യവുമില്ല, ഒരു അശക്തിയും പ്രവാചകനില്ല. വലാ കസ്ലാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അലസനല്ല. അലസതയില്ലാതെ അശക്തി തോന്നിപ്പിക്കാത്ത നിലക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചടുലമായി നടക്കാറുണ്ടായിരുന്നു എന്നാണ് ആ നടത്തത്തിന്റെ ശൈലി തന്നെ. സഹാബത്ത് പറയുന്നുണ്ട്, ഒരു മലഞ്ചെരുവിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത് പോലെ തുള്ളി സ്പീഡിലുള്ള ആ നടത്തം, ആരോഗ്യപരമായ നടത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കാറുണ്ടായിരുന്നു എന്ന്. മാത്രമല്ല മഹദിയായ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, പലപ്പോഴും ഞാനുമായി ഓട്ടമത്സരം വരെ നടത്താറുണ്ട്. ഒരു യാത്രക്കിടയിൽ ഒരിടത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നീ മത്സരിക്കാനുണ്ടോ എന്റെ കൂടെ ഓടാൻ? ലോകത്തിന്റെ നേതാവ് ജേതാവ് ഭാര്യയുടെ കൂടെ ഓടി
അന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് മത്സരത്തിന് ക്ഷണിച്ചപ്പോ ഞാൻ ആ മത്സരത്തിന് അനുവാദം കൊടുത്ത് പങ്കെടുത്ത് ഞാനും കൂടെ ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞാൻ പരാജയപ്പെടുത്തി. ഞാൻ മുമ്പിലെത്തി. അതൊരിക്കലല്ല, പിന്നീടൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, മത്സരത്തിനുണ്ടോ ഓടാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഓടുകയാണ്. അന്ന് മഹദി പറഞ്ഞു, ആദ്യ കാലഘട്ടത്തെ പോലെയല്ല, അന്ന് ഓടുമ്പോ എനിക്ക് ഇത്തിരി മാംസമൊക്കെയുണ്ട്, തടി വെച്ചിട്ടുണ്ട്. എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകടന്നു, എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് അതിന് പകരമാണ് കേട്ടോന്ന്. ഇത് അന്നത്തേതിന് പകരാണ്. എത്ര ശാന്തവും സന്തോഷകരവുമായ ജീവിതമായിരുന്നു അവിടുത്തത്. പ്രശ്നങ്ങളില്ലാത്ത വ്യക്തിത്വമായിരുന്നുവോ? പക്ഷേ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഈമാനികമായ കരുത്തും ശാരീരികമായ ബലവും മനസ്സിന്റെ കൃത്യമായ കരുത്തും തവക്കുൽ ബോധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്നും കൃത്യമായി തന്നെ ബാധ്യതാ നിർവഹണ രംഗത്ത് അവരവരുടെ കൃത്യമായ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ മികവ് നേടിക്കുവാൻ സാധിച്ചു. ഇത് മുസ്ലിമീങ്ങളോട് ഇസ്ലാമിന്റെ നിർദ്ദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നടത്തം എന്ന് പറയും, വ്യായാമം, അതുപോലെ തന്നെയുള്ള കായികമായ പരിശീലനങ്ങൾ, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു മുസ്ലിമിനെ അരുതാത്തതാണെന്ന് ആരും ചിന്തിച്ചു പോകരുത്. എല്ലാം അനുവദിക്കപ്പെട്ട സംഗതികളാണ്. ശാരീരികമായി കരുത്തു പകരുന്ന രൂപത്തിലുള്ള ആരോഗ്യദായകമായ രൂപത്തിലുള്ള കായിക പരിശീലനങ്ങൾ, അഭ്യാസങ്ങൾ, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന് നേടാം. അതും ഒരാൾക്ക് പുണ്യകർമ്മമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പ്രഭാതത്തിൽ നടക്കുമ്പോ അല്ലെങ്കിൽ ഓടുമ്പോ എന്റെ ജോഗിങ്ങും മറ്റു കാര്യങ്ങളും, ഞാൻ നീന്തുന്നുണ്ടെങ്കിൽ എന്റെ നീന്തലും സൈക്ലിങ്ങും എല്ലാ പരിശീലനങ്ങളും കായികമായ അധ്വാനങ്ങളും, എനിക്കൊരു ഉദ്ദേശം നല്ലതുണ്ടെങ്കിൽ അതും എനിക്ക് സൽക്കർമ്മമായി എന്റെ ഹസനാത്തിന്റെ പട്ടികയിലേക്ക് രേഖപ്പെടുത്തപ്പെടുമെന്നാണ് ഇസ്ലാം പറയുന്നത്. എന്തിനാ ഞാൻ നടക്കുന്നത്? എന്തിനാ ഞാൻ ഉറങ്ങുന്നത്? എന്തിനാ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്? എന്റെ ആരോഗ്യം നിലനിർത്താൻ. എന്തിനാണ് എനിക്ക് ആരോഗ്യം? എന്റെ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ, എന്റെ റബ്ബിനെ എതിർക്കാനല്ല, എന്റെ നാഥന്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യാനല്ല, എന്റെ റബ്ബ് വിരോധിച്ച കാര്യങ്ങൾ ഈ ബോഡി കൊണ്ട് ചെയ്യാനല്ല, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞ സൽക്കർമ്മങ്ങൾ നിർബന്ധമായതും ഐച്ഛികമായതുമൊക്കെ എനിക്ക് ചെയ്യാൻ. എനിക്ക് നോമ്പുകൾ എടുക്കാൻ കഴിയണം, സുന്നത്ത് നോമ്പെടുക്കാൻ കഴിയണം, രാത്രി തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയണം, നിസ്കരിക്കാൻ കഴിയണം, അള്ളാഹുവിനെ കൃത്യമായി അവന്റെ മുമ്പിൽ എനിക്ക് ഇബാദത്തെടുക്കാൻ കഴിയണം, ഇസ്ലാമിക ദഅവത്ത് നടത്താൻ കഴിയണം, ഇസ്ലാമിക പ്രബോധന രംഗത്ത് എനിക്ക് പ്രവർത്തിക്കണം. ഉന്മേഷം എനിക്ക് ആവശ്യമാണ്. എന്റെ കുട്ടികളെ പോറ്റണം, എന്റെ കുടുംബത്തെ പോറ്റണം, ആ ബാധ്യത എനിക്ക് നിർവഹിക്കണം. എനിക്ക് അവരോട് കടമകളുണ്ട്. അതിനൊക്കെ എനിക്ക് ആരോഗ്യം ആവശ്യമാണ്. ആ ഉദ്ദേശത്തിൽ ഞാൻ തൊഴിലിന് പോകുന്നതും നടക്കുന്നതും നീന്തുന്നതും എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, ആ ഒരു ഉദ്ദേശമാണെങ്കിൽ ഏത് അനുവദിക്കപ്പെട്ട കാര്യം പോലും സൽക്കർമ്മങ്ങളുടെ പട്ടികയിലേക്ക് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. നമ്മളൊന്ന് മനസ്സുവെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് പുണ്യകരമാക്കാമെന്നർത്ഥം. ഉറങ്ങുന്നത് പോലും ഒരു പുണ്യകർമ്മം. രാത്രിയിൽ നീ അലാറം വെക്കുകയാണ്, ക്ലോക്ക് വെക്കുകയാണ്. എന്താ നിന്റെ നിയ്യത്ത്? തഹജ്ജുദിന് എഴുന്നേൽക്കണം, സുബഹിക്ക് മുമ്പ് അരമണിക്കൂർ മുമ്പെങ്കിലും എനിക്ക് എഴുന്നേൽക്കണം. ആ ഉദ്ദേശത്തിൽ നിന്റെ ക്ലോക്ക് തിരിച്ചു വെക്കുന്നത് പോലും നിനക്ക് സൽക്കർമ്മം. അലാറം വെക്കൽ ഒരു അനുവദിക്കപ്പെട്ട കാര്യം മാത്രമാണ്. പക്ഷേ അത് രാത്രി നിസ്കാരത്തിന് നിന്നെ ഉണർത്താനുള്ള ഉദ്ദേശപൂർണ്ണമാകുമ്പോഴോ ആ അലാറം വെക്കൽ നിനക്കൊരു സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെയെന്ന് പരിശോധിച്ചോ ഓരോ കാര്യങ്ങളും. അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും സദുദ്ദേശം കൊണ്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്തുകൾക്കനുസരിച്ച് നിനക്കത് സൽക്കർമ്മങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റി ചേർക്കാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതിനാവശ്യമായ നിലക്ക് ഇസ്ലാം മനുഷ്യനോട് പറയാണ്. കാരണം ഉന്മേഷവും ആരോഗ്യവുമുള്ള ഈമാനിക ദൃഢതയുള്ള കരുത്തുള്ള ഒരു ഹൃദയത്തിലൂടെ ശൈത്താനികമായ രൂപത്തിലുള്ള സ്വാധീനങ്ങൾക്ക് വല്ലാതെ സ്വാധീനിക്കാനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോ, നിങ്ങളിൽ ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോ അവന്റെ പിരടിയിൽ ചെകുത്താൻ 3 കെട്ടുകൾ ഇടുന്നുണ്ട്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ നമ്മുടെ പെരടിയിൽ ശൈത്താൻ 3 കെട്ടുകൾ ഇടുന്നുണ്ട്. ഓരോ കെട്ടിലും അവൻ ശക്തമായ നിലയ്ക്ക് തന്നെ ഓരോ കെട്ടുകളും അവൻ ഭദ്രമായി ആ കെട്ടിടുമ്പോൾ അവൻ പറയുന്നുണ്ട്, അലൈക ലൈലുൻ തവീൽ, നിനക്ക് ദീർഘമായ രാത്രിയാണ് നിന്റെ മുമ്പിലുള്ളത്. ഫർഖുദ്, ഉറങ്ങിക്കോ, നന്നായി ഉറങ്ങിക്കോ. നേരം ഒരുപാടുണ്ടെന്ന സുന്ദര മോഹന വാഗ്ദാനവുമായി ചെകുത്താൻ മനുഷ്യന്റെ പെരടിയിൽ 3 കെട്ടുകൾ ഇടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ടോ
ഫൈനിസ്തൈഖള, അങ്ങനെ ഒരാൾ ഉറക്കില്ലെന്ന് നേരത്തെ ഉണർന്നു എന്ന് മാത്രമല്ല, ഫദക്കറല്ലാഹ, അവൻ അല്ലാഹുവിനെ ഓർക്കുകയാണ്. ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. എഴുന്നേൽക്കേണ്ട ആ സമയത്ത് പറയേണ്ട ദിക്റുകൾ അവൻ അറിയാം. ആ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടാണ് ഒരാൾ പ്രഭാതത്തിൽ എഴുന്നേറ്റതെങ്കിൽ ഇൻഹല്ലത ഉഖ്ദ, ശൈത്താൻ ഭദ്രമാക്കി കെട്ടിട്ട 3 കെട്ടിൽ ഒന്നാമത്തേത് അഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൈൻ തവല്ല, ഇനി അവൻ ഉളു കൂടി ചെയ്താലോ, എഴുന്നേറ്റു എന്ന് മാത്രമല്ല ഉളുവെടുത്തു, ഇൻഹല്ലത ഉഖ്ദ, രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞുപോയി. ശൈത്താനിട്ട രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു. മാത്രമല്ല ഫൈൻ സല്ലാ, അവൻ നമസ്കാരം നിർവഹിച്ചാൽ ഇൻഹല്ലത ഉഖ്ദ, മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞു. ഫാസ്ബഹ, അങ്ങനെ അവനായിത്തീർന്നു. അവന്റെ പ്രഭാതം എങ്ങനെ? നശീഖൻ, നല്ല ഉന്മേഷമുണ്ടാകും അവന്. ത്വയ്യിബൻ നഫ്സി, മനസ്സിന് നല്ല സുഖമുണ്ടാകും. നല്ല മനസ്സമാധാനത്തോടെ, സുഖത്തോടെ, സന്തോഷത്തോടെ, ഉന്മേഷപൂർണമായിരിക്കും അവന്റെ അന്നത്തെ പ്രഭാതം. ആ ജീവിതം മുഴുവനും ആ ഉന്മേഷം ഉണ്ടാകും. അന്നത്തെ ഡേ മുഴുവനും ആ ഉന്മേഷമുണ്ടാകും. അതേ അവസരത്തിൽ അങ്ങനെ എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്നവനോ, വയില്ല, അങ്ങനെയല്ലെങ്കിൽ അസ്ബഹ, അവൻ പ്രഭാതത്തിലായിത്തീരുക ഖബീസൻ നഫ്സി, ഏറ്റവും ദുഷിച്ച വൃത്തികെട്ട ഒരു മനസ്സിന്റെ ഉടമയായിരിക്കും. കസ്ലാൻ, അലസനുമായിരിക്കും. അവന്റെ ജീവിതം മുഴുവനും ആലസ്യമായിരിക്കും, വൃത്തികെട്ട മനസ്സായിരിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഈ ഹദീസ് വായിക്കാം. അപ്പൊ സഹോദരങ്ങളെ, മനുഷ്യന് ഉന്മേഷം പകരുന്നത്, നല്ല കരുത്ത് പകരുന്നത്, പൈശാചികമായ രൂപത്തിലുള്ള ദുർബോധനങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ അവനെ പിടിച്ചു നിർത്തുന്നത് അവന്റെ ഈമാനികമായ ഭദ്രതയും അതിനനുസരിച്ച് അവന്റെ ശാരീരികമായ നിലക്കുള്ള കരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പല ഘട്ടങ്ങളിലും ബാങ്കൊലി കേൾക്കുമ്പോ, ഏതെങ്കിലും സമയത്ത് അല്പമൊന്ന് മയങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ ബാങ്കൊലി കേൾക്കുമ്പോ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു എന്നാണ്. ആരോഗ്യത്തോടുകൂടെയുള്ള എഴുന്നേൽപ്പ്, ഉന്മേഷത്തോടുകൂടെയുള്ള പോക്ക്. വേണം വേണ്ട എന്ന് വിചാരിച്ചിട്ടല്ല, അലസതയില്ല. കാരണം അജ്സും കസുലും അഥവാ ശക്തിയും അലസതയും രോഗങ്ങളാണ്. അതിൽ നിന്ന് റബ്ബിനോട് കാവൽ ചോദിച്ച വ്യക്തിത്വമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ആരോഗ്യമുണ്ടെങ്കിലേ എന്തിനും കഴിയൂ. ഇബാദത്തുകൾ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ദഅവത്തടക്കമുള്ള ഏത് ജിഹാദുകളും, നാവുകൊണ്ടും കൈകൊണ്ടും എന്ത് ജിഹാദുകളാണെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലേ കഴിയൂ. അഇദ്ദൂ ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ മിൻ റിബാത്തിൽ ഖൈരി തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും. അല്ലാഹുവിന്റെയും നിങ്ങളുടെയും ഒക്കെ ശത്രുക്കളെ പേടിപ്പിക്കാൻ തന്നെ നിങ്ങൾക്ക് കരുത്ത് നിങ്ങൾ സമ്പാദിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ശത്രുവിനെ പ്രതിരോധിക്കാനും അവന് ഭയം ഉള്ളിൽ ജനിപ്പിക്കാനും നിങ്ങൾക്ക് കരുത്ത് വേണം, ശക്തി വേണം എന്ന് തന്നെയാണ്. അത് പ്രകടിപ്പിക്കാൻ കരുത്ത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോയപ്പോ മക്കയിൽ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചു, മുഹമ്മദിനും അനുയായികളുമൊക്കെ മദീനയിൽ ചെന്ന് ആരോഗ്യമൊക്കെ ചെയ്യിച്ചിട്ട് ഇനി അവർക്ക് ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അനുയായികളും മക്കയിലേക്ക് തിരിച്ചു വന്ന് തവാഫ് നിർവഹിക്കുമ്പോ സഹാബത്തിനോട് പറഞ്ഞു, കാണിച്ചു കൊടുക്കണം സഹാബിമാരെ, തവാഫ് ചെയ്യുമ്പോ തുള്ളി നടക്കണം, മസിലൊക്കെ കാണിച്ച് തുള്ളി നടക്കണം എന്നാ പറഞ്ഞത്. എന്തിനെ? ശത്രുക്കൾ നോക്കുന്നുണ്ടായിരുന്നു. മുഹമ്മദും അനുയായികളൊക്കെ മദീനത്ത് പോയി ആരോഗ്യമൊക്കെ ക്ഷയിച്ചിട്ടുണ്ട്, ഇനി അവർക്ക് ഒന്നിനും കഴിയില്ലാൻ ശത്രുക്കൾ മനപ്പായസം കൊണ്ട് ഇരിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ കാണെ തവാഫ് ചെയ്യുമ്പോ ആദ്യത്തെ ചുറ്റിൽ നല്ലോണം തുള്ളി നടക്കാൻ. ഇന്നും ഹാജിമാരെ തവാഫിന് പോകുമ്പോ, നമ്മൾ അവിടെ പോകുമ്പോ ആ ഉംറയും അതുപോലെ തന്നെ തവാഫുമൊക്കെ നിർവഹിക്കുമ്പോ അതിന്റെ ആദ്യത്തെ 2-3 ചുറ്റു നടത്തത്തിൽ തുള്ളി നടക്കൽ സുന്നത്താണെന്ന് ഇസ്ലാം പഠിപ്പിച്ചതിന്റെ ആദ്യകാല ചരിത്രം ഇങ്ങനെയായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതൊക്കെ കരുത്തും പവറും വേണം, വേണ്ടിടത്ത് ശക്തി വേണം, അത് നിലനിർത്തണം. അതിന് തകരാറാകുന്നതൊന്നും ചെയ്യരുത്. അതിനെ പോഷിപ്പിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യണം. അവിടെയും നമുക്ക് ഉദ്ദേശം വേണം. ഇതൊക്കെ ഞാൻ ആരോഗ്യം നിലനിർത്തുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാ. കാരണം എന്റെ റബ്ബ് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്തിനാ? ദുനിയാവിലെ സുഖത്തിന് വേണ്ടിയല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യഭൂതവർഗങ്ങളെയൊക്കെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്. ആ ഡ്യൂട്ടി നിർവഹിക്കാൻ നമുക്ക് ആവശ്യമായ നിലക്ക് ആരോഗ്യം വേണം, അത് നിലനിൽക്കണം. അല്ലാഹുവിനോട് തേടുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ അനുസരിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുന്ന ആരോഗ്യമുള്ള ഒരു ശരീരത്തെ, മനസ്സിനെ നമുക്കെല്ലാവർക്കും നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആദരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആരോഗ്യം എന്ന് പറയുന്ന വലിയ നിഅമത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആ ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നാം നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളും ഒക്കെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകത, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പലരും ശ്രദ്ധയുള്ളവരാണ്. അവർക്ക് കൃത്യമായ നിലക്കുള്ള വ്യായാമങ്ങളും ചികിത്സകളും നടത്തങ്ങളും ഓട്ടങ്ങളും ജോഗിങ്ങും സൈക്ലിങ്ങും അതുപോലെ തന്നെ അവർ കായിക പരിശീലനത്തിന്റെ ക്ലബ്ബുകളിലും വേദികളിലും സ്പോർട്സ് ക്ലബ്ബുകളിലും ഒക്കെ അവർ സജീവമാണ്. ജിംനേഷ്യത്തിൽ അവരുണ്ട്, കരാട്ടയിലുണ്ട്, കുങ്ഫുവിലുണ്ട്, എല്ലാ സംവിധാനങ്ങളിലും അവരുണ്ട്. പക്ഷേ അവരുടെ ബോഡി അവർ നിലനിർത്തുന്നത് അതിനെ സംരക്ഷിക്കുന്നത് കേവലം ദുനിയാവിലെ സുഖത്തിന് വേണ്ടി മാത്രം എന്ന ഉദ്ദേശത്തോടെയാണ്. കാരണം ക്ലബ്ബുകളിലും അതുപോലെയുള്ള സെന്ററുകളിലും സജീവമാകുന്നവന്റെ ബോഡി അള്ളാഹുവിന്റെ പള്ളികളിൽ കാണാനില്ല. റബ്ബിന്റെ മാർഗത്തിലുള്ള പ്രവർത്തന രംഗത്തുള്ള മുൻനിരയിലോ സദസ്സുകളിലോ അവനെ കാണാനില്ല. കാലത്തെഴുന്നേറ്റ് ജിംനേഷ്യം സെന്ററുകളിൽ അവനുണ്ട്. അവിടെ അവന് ഫീസ് അടക്കാൻ മാസം തോറും കൃത്യമായി 300 400 അടക്കാൻ അവന്റെ കയ്യിൽ പണമുണ്ട്. അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് നടക്കാൻ പറഞ്ഞാൽ അവന് മനസ്സില്ല. അള്ളാഹുവിന്റെ പള്ളികളിൽ അവൻ വരില്ല. റബ്ബിന്റെ ദീൻ പഠിക്കാൻ ആവശ്യമായ രംഗത്തേക്ക് ഒരല്പമെങ്കിലും ഫീസ് കൊടുക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കില്ല. തന്റെ മക്കളെ പഠിപ്പിക്കുന്ന മദ്രസയിലെ ഫീസ് കൊടുക്കുമ്പോൾ പോലും ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആയിരങ്ങൾ ചോദ്യം ചെയ്യാതെ, ബാർഗെയിൻ ചെയ്യാതെ, വിലപേശാതെ അയച്ചു കൊടുക്കുന്ന കവറിലാക്കി അയച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾ മതപാഠശാലകളിൽ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങുന്ന ഏറ്റവും കുറഞ്ഞ ഫീസിന്റെ പേരിൽ പോലും തർക്കിക്കുകയും കുട്ടികളെ പിൻവലിക്കുകയും ചെയ്യുന്നിടത്ത് വരെ നമ്മുടെയൊക്കെ നാടുകളിലെ മതകലാലയങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നത് വേദനിപ്പിക്കേണ്ട സംഗതിയാണ്. ദീനിനോട് കൂറില്ലാതാകുന്നു, മതത്തോട് താല്പര്യമില്ലാതാകുന്നു, ആരോഗ്യം നേടുന്നു, നടക്കുന്നു, ഓടുന്നു, എല്ലാം എന്തിനു വേണ്ടി? ദുന്യാവിലെ സുഖത്തിന് വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടിയല്ല. അവനെല്ലാം ഭക്ഷണം കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നു, അള്ളാനെ മറക്കുന്നു. അല്ലാഹു തആല ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ, പക്ഷേ റബ്ബിനെ മറക്കരുതെന്നല്ലേ പറഞ്ഞത്? അതല്ലാതെ കേവലം ബോഡിയെ ഇങ്ങനെ ഖിദ്മത്ത് ചെയ്ത് നടക്കുന്നവർ. ഒരു കവി ചോദിച്ചു, എത്ര പരിഹാസ്യമാണ് നിന്റെ അവസ്ഥ. യാ ആബിദൽ ജിസ്മി കം തസ്ആ ലി ഖിദ്മതിഹി അത്തലുബു الربح മിമ്മാ ഫീഹി ഖുസ്റാനു അഖ്ബിൽ അലർ റൂഹി വസ്തക്മിൽ ഫളായിലഹാ ഫഅൻത ബിർറൂഹി ലാ ബിൽ ജിസ്മി ഇൻസാനു. യാ ആബിദൽ ജിസ്മി, ഹേ ബോഡിക്ക് ആരാധന ചെയ്ത് നടക്കുന്നവനെ, ബോഡിക്ക് ഹിദ്മത്ത് ചെയ്ത് നടക്കുക. ഞാൻ എന്റെ ബോഡി ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ, അതിങ്ങനെ പോറി എന്റെ മസിലും എന്റെ ആരോഗ്യവും എന്റെ ഹെൽത്തും ഒക്കെ നിലനിർത്താൻ വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണം, നടത്തം, ഓട്ടം എല്ലാം ഉണ്ട് എനിക്ക്. യാ ആബിദൽ ജിസ്മി, ബോഡിക്ക് വേണ്ടി അധ്വാനിക്കുന്നവനെ, കം തസ്ആ ലി ഖിദ്മതി, എത്രയാടോ നീ അതിനു വേണ്ടി ചെലവഴിക്കുന്നത്? എത്ര സമയമാണ്, എത്ര പണമാണ്, എത്ര നേരമാണ് നീ അതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നത്? അത്തത്തുലുബു الربح മിമ്മാ ഫീഹി ഖുസ്റാൻ. ഈ ബോഡി നിനക്ക് നാളെ പരലോകത്ത് ഉപകരിക്കണമെങ്കിൽ നീ നഷ്ടക്കച്ചവടത്തിലല്ലേ ഇപ്പൊ ഏർപ്പെട്ടിട്ടുള്ളത്? ഇത് നിന്റെ കൂടെ എന്നുണ്ടാകുമോ? എത്ര നീ പണിയെടുത്തു, ഈ ആരോഗ്യം എന്നും നിന്റെ കൂടെ ഉണ്ടോ? അതേ അവസരത്തിൽ നീ മനസ്സിലാക്കണം, അഖ്ബിൽ, നീ മുന്നോട്ട് വാ, അലർ റൂഹി, നിന്റെ ആത്മാവിന്റെ പരിശീലന, ആത്മാവിന്റെ പരിപോഷണത്തിന്. നീ എന്ന് പറയുന്നത് നീ ഒരു ബോഡി മാത്രമല്ല, നിന്റെ റൂഹ്, നിന്റെ ആത്മീയമായ ലോകം, നിന്റെ പരലോകം, അതിനുവേണ്ടി നീ പണിയെടുക്ക്. വസ്തക്മിൽ ഫളായിലഹാ, ആത്മീയമായ ശ്രേഷ്ഠത നിനക്ക് പൂർത്തീകരിക്കാൻ ആവശ്യമായത് നീ ചെയ്യേ. ഫഅൻത ബിർറൂഹി, മനുഷ്യ, നീ ശരിക്കും നിന്റെ വ്യക്തിത്വം നിലനിൽക്കുന്നത് നിന്റെ ആത്മാവ് കൊണ്ടാണെന്ന് നീ മനസ്സിലാക്കണം. ലാ ബിൽ ജിസ്മി ഇൻസാൻ. ഒരു മനുഷ്യൻ അവന്റെ ബോഡിക്കൊരു വിലയില്ല, ആത്മാവാണ് പോയി കഴിഞ്ഞാൽ. ഉറപ്പല്ലേ? എത്ര മനോഹരമായ ബോഡി, എത്ര ആരോഗ്യമുള്ള ശരീരം, മയ്യത്തായി കഴിഞ്ഞാൽ പേര് വരെ പോയി. എത്ര വലിയവനായ, എത്ര സുന്ദരനാണ്, എത്ര സുന്ദരിയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കൾ വേഗം ഇതൊന്നും ഇവിടുന്ന് ഒഴിവാക്കണമല്ലോ എന്നാണ്. ഇത് കുളിപ്പിച്ചോ, മയ്യത്ത് കുളിപ്പിച്ചോ, മയ്യത്ത് എപ്പോഴാ എടുക്കുന്നത്, ആർക്കും പിന്നെ വേണ്ട.
ജിസ്മ അവിടെ ഉണ്ട്. എന്തായിരിക്കും വേണ്ടാത്തത്? റൂഹ് പോയി. മനുഷ്യനോട് പറയണ, എടോ നീ എന്ന് പറഞ്ഞാൽ ഇൻസാൻ, മനുഷ്യ നീ എന്ന് പറയുന്നത് നിന്നെ നീയാക്കി നിലനിർത്തുന്നത് നിന്റെ റൂഹാണ്. ആ ബോഡിയെ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ പോരാ, നിന്റെ റൂഹിന് ആവശ്യമായ പരിശീലനം കൊടുക്കണം. അതാണ് നിന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഇബാദത്തുകളും മുഴുവനും. അതിനെ പരിപോഷിപ്പിക്കണം. അതിനെ മറന്നുകൊണ്ടുള്ള ഈ ബോഡിയെ മാത്രം ഖിദ്മത്ത് ചെയ്ത് നടക്കുന്ന നീ വിഡ്ഢിയാണ്, നീ മഠേനാണ്. ചിന്തോദ്ദീപകമായ ഈരടികളാണത്. ആലോചിക്കുക, നമ്മൾ ഏതിന്റെ കൂടെയാണ്? നാം ഏതിന്റെ കൂടെയാണ്? നമ്മുടെ ആത്മീയമായ പരിപോഷണത്തിന് നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുണ്ടോ? റബ്ബിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കാൻ നമ്മൾ സന്നദ്ധരാണോ? അതോ കേവലം എന്റെ ഭക്ഷണം, എന്റെ വസ്ത്രം, എന്റെ ജോലി, എന്റെ താമസം, എന്റെ സുഖങ്ങൾ, അത് മൃഗങ്ങൾക്കുമുണ്ട്, മനുഷ്യന് മാത്രമല്ല. മനുഷ്യന്റെ ലക്ഷ്യം, മനുഷ്യനെ ഇവിടെ കയച്ചതിന്റെ ലക്ഷ്യം അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കരുത്തുള്ള മനസ്സും ഈമാനിക ദാർഢ്യതയും നേടിക്കൊണ്ട് കരുത്തുള്ളവര് ശരീരത്തിന്റെയും ആരോഗ്യമുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള മനസ്സിന്റെയും ഉടമകളായി മാറണം. അത് നിലനിർത്താൻ അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും എല്ലാ നിലക്കുമുള്ള ആഫിയത്ത് എല്ലാ രംഗത്തും നൽകിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നു. അള്ളാഹുവേ, പരിപൂർണമായി നീ എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിച്ച് ചേർക്കണമേ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബാദികളെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.